ദൈവത്തിന് മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം. നാം ഇന്ന് ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 31-ാം വചനം ആസ്പദമാക്കി. തേരഹ് തന്റെ മകനായ അബ്രാമിനെയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയെയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. അബ്രാം തന്റെ പിതാവിനോടും സഹോദരപുത്രൻ ലോത്തിനോടും ഭാര്യയായ സാറായിയോടും ചേർന്ന് കനാൻ ദേശത്തിലേക്ക് പോകുവാൻ പുറപ്പെടുകയാണ്. എന്നാൽ അവർ ഹാരാനിലെത്തി അവിടെ പാർത്തു. ഇവിടെ വെച്ച് തേരഹ് മരിക്കുന്നുണ്ട്. ഈ വചനഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് 3 സ്ഥലനാമങ്ങളാണ്. ഒന്ന്, കൽദയരുടെ പട്ടണമായ ഊർ. രണ്ടവർ കാനാൻ ദേശത്തിലേക്ക് പോകുവാനാണ് പുറപ്പെട്ടത്, കാനാൻ ദേശം. 3, അവർ ഹാരാൻ വരെ വന്നെത്തി അവിടെ പാർത്തു, ഹാരാൻ. പ്രിയമുള്ളവരെ, ഈ കൽദയരുടെ പട്ടണമായ ഊരിന്റെ പ്രത്യേകത, അത് ഈ അധ്യായത്തിന്റെ ആരംഭം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന കൽദയരുടെ പട്ടണമായ ഊർ ഷീനാർ എന്ന സമഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ബാബിലോണിന് സമീപമാണ്. കൽദയരുടെ പട്ടണമായ ഊർ ഒരു സമതല പ്രദേശമാണ്, അല്ലെങ്കിൽ സമഭൂമിയാണ്. അവിടെ നിന്നാണ് അവർ കാനാൻ ദേശത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചത്, പുറപ്പെട്ടത്. കാനാന്റെ പ്രത്യേകത മലഞ്ചരിവുകളാലും കുന്നുകളാലും തീരപ്രദേശത്താലും നിറയപ്പെട്ട ഒരു പ്രദേശമാണ്. എന്നാൽ അവർ കാനാൻ ദേശത്തിലേക്ക് പോകുവാൻ പുറപ്പെട്ടിട്ട് ചെന്നെത്തിയത് ഹാരാനിലാണ്. ഹാരാന്റെ പ്രകൃതിയുടെ പ്രത്യേകത, അതും കൽദയരുടെ പട്ടണമായ ഊർ പോലെ, അല്ലെങ്കിൽ ഷീനാർ ദേശം പോലെ ഒരു സമതലമാണ്. അപ്പൊ എവിടേക്കാണ് യാത്ര ചെയ്തത്? എവിടെയാണ് ചെന്നെത്തിയത്? സമതലത്തിൽ നിന്ന് സമതലത്തിലേക്ക് അവർ ചെന്നെത്തി. സമതലത്തിൽ നിന്ന് കാനാനിലേക്ക് കുന്നും മലഞ്ചെരിവും തീരപ്രദേശവും ഒക്കെയുള്ള ആ ഇടത്തേക്കാണ് അവർ യാത്ര പുറപ്പെട്ടതെങ്കിലും അവർ എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ടത് അതിന് സമാനമായ മറ്റൊരിടത്ത് ചെന്നെത്തി. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, യാത്ര സമഭൂമിയിൽ നിന്ന് സമഭൂമിയിലേക്ക് ആകരുത്. ഷീനാർ ദേശത്തെ സമഭൂമിയുടെ പ്രത്യേകത, അവിടെ വച്ച ദൈവത്തോട് ജനം മത്സരിച്ചത്, ബാബേൽ പണിയുവാൻ ആഗ്രഹിച്ചത്. പ്രത്യേകിച്ച് കൽദയരുടെ പട്ടണമായ ഊർ വിഗ്രഹ നിർമ്മാണത്തിന് പേര് കേട്ട ഒരു ഇടമാണ്. അവരുടേതായുള്ള ജീവിതചര്യകൾക്ക് ഭൗതികമായി ആവശ്യമുള്ളതൊക്കെ ലഭ്യമാകുന്ന ഒരു സമതല പ്രദേശം. എന്നാൽ ദൈവം അബ്രാമിൽ ആഗ്രഹിച്ചത് അവിടെ നിന്നും, ആ സമതലത്തിൽ നിന്നും കാനാനിലേക്ക് വന്ന് ചേരണമെന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള വിളിയുടെ പിന്നാലെ പുറപ്പെടുമ്പോൾ അവർ പോയ വഴിയിൽ ഹാരാനിലെത്തി. ആ സമതലം നല്ലതെന്ന് കണ്ടിട്ടാകണം അപ്പനോട് ചേർന്ന് അവിടെ പാർക്കും. പ്രിയമുള്ളവരെ, ദൈവം വിളിച്ചത് കാനാനിലേക്ക്, എന്നാൽ അവർ ചെന്നത് ഹാരാനിലേക്ക്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അപകടമാണ്. ദൈവ വിളി തിരിച്ചറിയുന്നുണ്ട്, ദൈവത്തിന്റെ വിളിയോട് പ്രതികരിക്കുന്നുണ്ട്. എന്നാൽ പുറപ്പെട്ട് പോകുന്ന വഴിയിൽ ചില നന്മകൾ സമതലങ്ങളൊക്കെ കാണുമ്പോൾ അവിടെ തന്നെ ഇരുന്നാൽ കൊള്ളാമെന്ന് ചിന്തിച്ച് അവിടെ പാർക്കുന്നു. അവിടെ നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ക്രമീകരിക്കുന്നു. ഇത് ആത്മീയ ജീവിതത്തിൽ ഒരു അപകടമാണ്. വളർന്നുകൊണ്ടേയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ആത്മീയതയിലേക്ക് നടന്നു കയറിക്കൊണ്ടേയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഏതെങ്കിലും ഒരിടത്ത് വെച്ച്, ഒരു സമതലത്തിൽ വെച്ച് ഇരിക്കുവാനോ അവിടെ ആയിത്തീരുവാനോ ആഗ്രഹിക്കരുത്. അത് അപകടമാണ്. 2, ദൈവസന്നിധിയിൽ പറഞ്ഞാൽ അതിന് മാറ്റം വരുത്തരുത് എന്ന് ഈ ഭാഗം പഠിപ്പിക്കുന്നു. ഇവിടെ അവർ പറയുന്നത് ഇങ്ങനെയാണ്: കാനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ തീർച്ചയായിട്ടും അത് പരസ്പരം പറഞ്ഞിരിക്കണം. കാനാൻ ദേശത്തേക്ക് പോകുവാനാണ് പുറപ്പെട്ടത്. എന്നാൽ അവർ ചെന്നെത്തിയത് ഹാരാനിലാണ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ തിരുത്താനായിട്ട് നമുക്ക് ഒരുപക്ഷെ സമയം കിട്ടണമെന്നില്ല, സാഹചര്യം കിട്ടണമെന്നില്ല. ദൈവത്തോട് പറയുന്നത് പറഞ്ഞതായിരിക്കണം. കർത്താവ് അണുവിട അതിൽ നിന്ന് മാറ്റം വരുവാനോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധയോടും സൂക്ഷ്മതയോടും മാത്രമേ ദൈവസന്നിധിയിൽ നാം നമ്മുടെ തീരുമാനങ്ങൾ പറയാവൂ. കാനാൻ എന്ന് പറഞ്ഞാൽ കാനാനിൽ എത്തിയിരിക്കണം. മറ്റൊരിടവും തങ്ങുവാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അനുവാദമില്ല. അതുകൊണ്ട്
ഒരു കാരണവശാലും ദൈവസന്നിധിയിൽ പറയുന്ന തീരുമാനത്തിൽ തടസ്സം നിൽക്കുന്നവരെ ദൈവം അനുവദിക്കുന്നില്ല. ആരെയും തടസ്സമാകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 32-ാം വാക്യത്തിൽ, ഹാരാനിൽ കുടുംബസമേതം അവർ പാർക്കുമ്പോൾ അവിടെ വച്ച് തേരഹ് മരിച്ചു പോകുന്നു. പിന്നെ അബ്രഹാമും ഭാര്യയും ലോത്തും ചേർന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത് പിന്നെ അടുത്ത അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുമിച്ചുള്ള യാത്ര കാനാനിലേക്കാണ്. എന്നാൽ അപ്പൻ തേരഹ് പറഞ്ഞിരിക്കണം, ഹാരാൻ സമതല ഭൂമി, നേരത്തെ പാർത്തതുപോലെ, നേരത്തെ ലഭിച്ചതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്, നമുക്ക് ഇവിടെ പാർക്കാം. അബ്രാമിന്റെ യാത്രയ്ക്ക് തടസ്സമായത് അപ്പനായിരുന്നു. ആരെയും തടസ്സമാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. തേരഹ് അവിടെ വച്ച് മരിക്കുന്നു. ഇത് ഭയപ്പെടുത്തുവാനായിട്ട് പറയുന്നതല്ല. ആർക്കും ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുവാനായിട്ട് കഴിയത്തില്ല, ദൈവം അനുവദിക്കുകയുമില്ല എന്ന് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൂർണ്ണമായ വിനയത്തോടെ ദൈവസന്നിധിയിൽ എളിമപ്പെട്ടുകൊണ്ട് പറയുന്ന ഓരോ വാക്കും ശ്രദ്ധയോടെ, ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അതുപോലെ നിവർത്തിച്ചുകൊണ്ട് നാം ആയിരുന്ന ഇടത്തു നിന്ന് അതിന് സമാനമായ മറ്റൊരിടത്തേക്കല്ല, ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന ആ ഇടത്തേക്ക്, ആത്മീയ തലങ്ങളുടെ ആ കൊടുമുടികൾ കയറി മുന്നോട്ട് സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള കർത്താവേ, അങ്ങേ കൂടാതെ ഒരു കാര്യവും ഉചിതമായി ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ദൈവമേ, അങ്ങയുടെ അരികിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുമ്പോൾ സമതലങ്ങൾ മാത്രമല്ല, കുന്നും മലകളും കയറി, കയറ്റങ്ങൾ കയറി ഞങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ദൈവമേ, കാണുന്ന സമതലങ്ങളിൽ ഇഷ്ടം വെച്ച്, ആഗ്രഹം വെച്ച് കുടിയിരിക്കുവാൻ ഞങ്ങൾ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ട് നടന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ആ കൊടുമുടികൾ കയറി ദൈവാനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഒരുക്കണം. ക്രിസ്തു മുഖാന്തരം കേൾക്കണമേ. ആമേൻ.